എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ നമുക്ക് ചായയുടെ കൂടെ നല്ല ക്രിസ്പി ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ഫ്രൈ ചെയ്ത് കുറച്ച് സമയം നമ്മൾ വെച്ചിരുന്നാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ സ്നാക്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിപ്പോ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കത്തില്ലേ, ആ ഒരു വലിപ്പത്തിനും ആ ഒരു കട്ടിക്കും വേണ്ടിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് കട്ടി കൂടിയും പോകരുത്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിനും ഈ ഒരു കട്ടിക്കുമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്നെങ്കിൽ തണുത്ത വെള്ളം എടുക്കുക, അല്ലെങ്കിൽ നോർമൽ വാട്ടറിലേക്ക് ഇതുപോലെ കുറച്ച് ഐസ് കട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ ഒരു തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ആവിയിൽ ഒന്ന് വേവിക്കണം. ആവിയിൽ മുഴുവനായിട്ട് ഒരിക്കലും വേവിച്ചിട്ടെടുക്കരുത്, ഒരു പകുതി വേകുന്ന ഒരു കണക്കിന് നമ്മളൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് പോയാലും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു പകുതി നമ്മൾ വേവിച്ചിട്ടെടുക്കാട്ടോ ഉരുളക്കിഴങ്ങിന്റെ. അത് ആവിയിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചിട്ടെടുക്കുക. ആവി വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ്, ഒരു 4-5 മിനിറ്റ് മാത്രം നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിവിടെ ഒരു പകുതി വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതിന് പകരമായിട്ട് ജിഞ്ചർ പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഡാർക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേസ്റ്റ് ബാലൻസിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു ബാറ്റർ ഒരിക്കലും വെള്ളം പോലെ അങ്ങ് ആയിരിക്കരുത്, അത്യാവശ്യം ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ലാസ്റ്റ് ഇതുപോലെ ഈ ഒരു മാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചാറ്റ് മസാല ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും ഈ ഒരു ബാറ്ററിന്. അപ്പോൾ 1 ടീസ്പൂൺ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചാറ്റ് മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലെ കോൺഫ്ലക്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു നോർമൽ കോൺഫ്ലക്സ് അല്ല എടുത്തിരിക്കുന്നത്, ഗോൾഡ് കോൺഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല ക്രഞ്ചി ആയിട്ട് വാങ്ങാൻ കിട്ടത്തില്ല. ആ ഒരു ഗോൾഡ് കോൺഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ ഈ ഒരു ഗോൾഡ് കോൺഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രഞ്ചി അല്ലേ ഇത്, അപ്പൊ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, കഴിക്കാനും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഈ ഒരു ഗോൾഡ് കോൺഫ്ലക്സ് എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കോൺഫ്ലക്സ് നമുക്ക് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം. കൈ കൊണ്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പൾസിലിട്ടിട്ട് ഒരു 1-2 തവണ നമ്മളൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ഒരു കോൺഫ്ലക്സ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. ഇനി നമ്മളൊരു പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, ആ ഒരു ഉരുളക്കിഴങ്ങ് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഈ ഒരു മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഈ ഒരു കോൺഫ്ലക്സിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഓരോ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പൊ കുറച്ച് അധികം നമ്മൾ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു കോൺഫ്ലക്സ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പകുതി വേവിച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ ആ ഒരു മാവിനകത്ത് മുക്കി ഇതുപോലെ കോൺഫ്ലക്സിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഫ്രൈ ചെയ്യേണ്ടത് നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. കാരണം നമ്മൾ ഇതൊരു പകുതിയോളം വേവിച്ചതാണ് ഈ ഉരുളക്കിഴങ്ങ്. അപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇത് വേവിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പൊ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നിങ്ങളിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക, നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിലേക്ക് കോൺഫ്ലക്സ് എടുക്കുമ്പോൾ ആ ഒരു ഗോൾഡ് കോൺഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കുറച്ചും കൂടി അതാണ് നല്ല ടേസ്റ്റും കഴിക്കാനായിട്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ. അപ്പൊ നന്നായിട്ട് നല്ല പോലെ തന്നെ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഈ ഒരു രീതിക്ക് നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇല്ലെന്നേ ഒരുപാട് ഇതൊന്നും ഓയിലൊന്നും കുടിക്കത്തില്ല കേട്ടോ. അപ്പൊ നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്കൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇത് കണ്ടില്ലേ, വെറും 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ഈവനിങ് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒരു സ്നാക്സ് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞ ഒരു രീതിക്ക് നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് കിട്ടും. ഒരു കട്ടൻ ചായയും ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ നോക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.